വർഷ പുറത്തേക്ക് പോണത് ശ്രീകാന്തിനോട് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ശ്രീകാന്തിനോട് പറഞ്ഞാൽ മാത്രം പോരാ, ചന്ദ്രമതിയോടും കൂടി പറഞ്ഞിട്ട് പോകണം എന്നുള്ള മട്ടിലാണ് ചന്ദ്രമതി ശ്രീകാന്തിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നത്, നിൻ്റെ ഭാര്യ പുറത്തേക്ക് പോകുമ്പോൾ എന്നോടൊരു വാക്ക് പറയേണ്ടടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് രവിയേട്ടൻ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രൻ നീ രാവിലെ തന്നെ വെളിച്ചപ്പാട് തുള്ളണമാതിരി തുള്ളണമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട രവിയേട്ടാ, വർഷം ഇവിടെ ഇല്ല, വർഷം പുറത്തേക്ക് പോയാൽ പുറത്ത് പോയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, അത് പോകുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേന്ന് പറയുമ്പോൾ രവിയേട്ടൻ പറയണം, നീ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വലുതായിട്ട് ഊതി പെരുപ്പിക്കേണ്ട ആവശ്യം വല്ലതുണ്ടോ? ശ്രീകാന്തിനോട് പറഞ്ഞിട്ടല്ലേ പോയത്, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോയിണ്ടാവും, നീ എന്തിനാണ് അതെല്ലാം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണമെന്ന് നീ ഇങ്ങനെ വാശി പിടിക്കണമെന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ ഉപദേശിച്ച് വിടാൻ കേട്ടോ. പിന്നീട് നമ്മുടെ സച്ചി ആവട്ടെ കുളിക്കാൻ വേണ്ടിയിട്ട് വർഷയുടെയും ശ്രീകാന്തിൻ്റെ ആ റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് രേവതി തടസ്സപ്പെടുത്താണ്, സച്ചിയേട്ടാ ഇപ്പോൾ ആ റൂമിലേക്ക് പോകണ്ട, എന്തേ അല്ല അവിടെ കുളിക്കാൻ പോകുമ്പോൾ അത് അവർക്കൊരു ശല്യമാവും എന്ന് പറയുന്നു. ഓഹോ ശല്യമാണെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടി സച്ചി നേരെ അങ്ങോട്ട് പോയിട്ട് ശ്രീകാന്തിൻ്റെ വർഷയുടെ ആ പെട്ടിയും ബാഗും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് സച്ചി ബാത്റൂമിലേക്ക് കയറിയിട്ട് കുളിക്കാൻ നോക്കണതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.